ഗൈസ്, വെൽക്കം ടു ഡോണ ടോക്കീസ്. അപ്പോൾ ഇന്ന് December 31. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ നാളെ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ടാഡാ. ഗൈസ്, ഇതാണ് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് തിരഞ്ഞെടുത്ത 12 മുന്തിരി. ഇത് വൈറ്റ് കളർ മുന്തിരിയാണ് കേട്ടോ എല്ലാവരും എടുക്കാറ് സ്പെയിനിൽ. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ മുന്തിരി 12 എണ്ണം എനിക്കും 12 എണ്ണം ഇച്ചായനും വെച്ചു. ഇത് വൈനാണ്. ഇത് വൈനല്ല, ഇത് മുന്തിരിച്ചാറാണ്. ഇത് വൈനാണ്. പിന്നെ നമ്മൾ പ്ലം കേക്കാണ് ഇവിടെ സാധാരണ ഉപയോഗിക്കാറ്. ഇവിടെ സാധാരണ ഏത് കേക്കാണെങ്കിലും ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ പ്ലം കേക്ക് എടുത്തിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മുടെ വിഷസ് ഉള്ളത്, 12 വിഷസ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ന്യൂ ഇയറിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ 31 നൈറ്റ് 12 മണി ആവാനായിട്ട് 12 സെക്കൻഡ് ഉള്ള സമയത്താണ് നമ്മൾ ന്യൂ ഇയറിൻ്റെ കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് 12 കാര്യങ്ങൾ എഴുതിയിട്ട് നമ്മൾ 12 മുന്തിരി വേഗം തിന്നുന്നത്. അപ്പോൾ 12 മുന്തിരി കഴിക്കുകയും വേണം, വൈൻ കുടിക്കുകയും വേണം. അതാണ് ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറയാനായിട്ട്. അപ്പോൾ അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 2026 എന്തൊക്കെ വിഷസാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നേരുന്നത്, നമ്മുടെ ഡ്രീംസ്, നമ്മുടെ അംബീഷൻസ് ഒക്കെ നടക്കുമെന്നാണ് സ്പെയിനിലെ എല്ലാവരുടെയും വിശ്വാസം. അപ്പോൾ ഇത് ആരും അറിയാണ്ട് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ. നമുക്കിത് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാം. പബ്ലിക്കായിട്ടാണ് എല്ലാവരും ചെയ്യാറുള്ളത്. ഈ പ്രാവശ്യം ഒരു ചെറിയൊരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ 12 മുന്തിരി വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കഴിക്കാൻ നോക്കാം. അപ്പോൾ 12 മണിയാവാനായിട്ട് കെട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് 12 മണിയാവുന്ന സമയത്ത് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാവേ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ കേക്ക് മുറിക്കാനായിട്ട് പോവാണ്. എന്നിട്ട് Happy New Year. Ayo. ഇനി നമുക്ക് 12 മണി ആവാനായിട്ട് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് മുന്തിരി കഴിച്ചാലോ. മുന്തിരി കഴിക്കുന്നതിന് മുമ്പായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീംസ് ഉണ്ടല്ലോ, ഒരു മുന്തിരി കഴിക്കുന്ന സമയത്ത് ഒരു ഡ്രീമിൽ ഇങ്ങനെ നോക്കിയിട്ട് ഒരു ഡ്രീം മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു മുന്തിരി കഴിക്കുക, രണ്ടാമത്തെ മുന്തിരി കഴിക്കുക, മൂന്നാമത്തെ മുന്തിരി കഴിക്കുക, അങ്ങനെ 12 മുന്തിരി കഴിക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് നമ്മൾ വൈൻ കുടിക്കുക. അപ്പോൾ റെഡി അല്ലേ? റെഡി ഗൈസ്. അപ്പോൾ ഇനി 12 മണി ആവാനായിട്ട് 12 മിനിറ്റ് ഉള്ളൂ. അത്രയും വരെയില്ല, 12 തിന്നു. ഇത് തിന്നു. ഞാൻ മണിയുടെ എണ്ണത്തിൽ നിന്ന് തിന്നേ. Ready, 1, 2, 3, start. Happy New Year. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ, ഞാനിവിടെ എൻ്റെ ഡ്രീംസ് എഴുതി വെച്ചായിരുന്നു. ഇച്ചൻ്റെ ഡ്രീംസ് ഇവിടെ എഴുതി വെച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് നോക്കിയിട്ടാണ് ഓരോ മുന്തിരി തിന്നത്. കാരണം 12 ഡ്രീംസ് നമ്മുടെ ഉച്ചയിൽ വരില്ല, അതല്ലേ? എന്നിട്ട് ഇനി നമുക്ക് കുടിക്കാനുള്ളത് വൈനാണ്. അപ്പോൾ ചേഴ്സ്. 1, 2, 3, ചേഴ്സ്. ഇനി നമുക്ക് ഇനിയുള്ളത് കേക്ക്. ഹാപ്പി ന്യൂ ഇയർ ചങ്കുഞ്ഞി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2026 നിങ്ങൾക്ക് ഏറ്റവും മികച്ച വർഷം ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ എല്ലാ വിധത്തിലുള്ള സക്സസ്സും കാര്യങ്ങളും ഒക്കെ 2026 നടക്കട്ടെ. കാരണം ഈ ഒരു സംഭവം ഞങ്ങൾ പുറത്തൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഇത്ര ഹാപ്പി ആയിട്ടില്ല അല്ലേ. പക്ഷേ ഇവിടെ വെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ 7 വർഷങ്ങൾക്ക് ശേഷമാണ് പ്ലം കേക്ക് കഴിക്കുന്നത് കേട്ടോ. അതിനൊരു ഹാപ്പിനെസ്സും കൂടി ഇന്ന് എനിക്കുണ്ട്. പിന്നെ നമുക്ക് പ്ലം കേക്ക് പിന്നെ അതുപോലെ തന്നെ വൈനൊക്കെ കൂടി കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എന്താ പ്ലം കേക്ക് അല്ലേ. അപ്പോൾ എല്ലാ വിധത്തിലും നമ്മുടെ പ്രേക്ഷകരോട് എന്തിട്ട് വെച്ചാൽ പറയാനുള്ളത്? സന്തോഷം സമാധാനം പരകട്ടെ. എല്ലാവർക്കും നല്ലൊരു വർഷമായിരുന്നു. എനിക്കറിയാം എല്ലാവർക്കും നല്ല സങ്കടം ഉണ്ടാവും. 2025 കുറേ കാര്യങ്ങൾ നടക്കാൻ പറ്റാതിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു 2025 എന്ന് പറയുന്നത്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് നല്ലൊരു അടിപൊളി വർഷമായിരുന്നു 2025. അപ്പോൾ എനിക്ക് ഇത്രയും വർഷങ്ങളിൽ എനിക്ക് ഓർക്കാൻ പറ്റിയ കുറേ മെമ്മറീസ് ഉള്ള ഒരു വർഷം 2025 ആയിരുന്നു. അപ്പോൾ ഒരുപാട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. 2026 എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം സമാധാനം, സന്തോഷം, സ്നേഹം, പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് ചെറിയ ആഗ്രഹങ്ങൾ മാത്രമേ എൻ്റെ ലൈഫിലുള്ളൂ കേട്ടോ. ഒരുപാട് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പോൾ 2026 എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ന്യൂ ഇയർ അവസാനിച്ചിരിക്കുന്നതായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ബൈ, ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. അടിച്ചു പൊളിക്കും മക്കളെ.